അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹ്ല എന്ന് പറയുന്ന ഒരു യുവതി കുറേ നാളുകൾക്ക് മുമ്പ് ഒരാളുടെ കൂടെ വിളിച്ചോട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ഭർത്താവ് പ്രവാസിയാണ്. ആ പ്രവാസിയെ വഞ്ചിച്ചുകൊണ്ട് അവൻ്റെ ചോര നീരാക്കി നാട്ടിലേക്ക് ഒരുപാട് പണം അയച്ച് അതിൻ്റെ അൽഫാമും മന്തിയും എല്ലാം തിന്ന് ഷോപ്പിങ്ങിന് പോയി എല്ലാ സന്തോഷങ്ങളും കൊണ്ട ഒരു അവസരത്തിൽ ഇതിനൊരു ഭർത്താവും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയതാവാം. പ്രവാസികൾ അവരുടെ കഷ്ടപ്പാടുകൾ നമുക്കറിയാം. അവിടെ കുടുംബത്തിനെ ഓർത്ത് കുടുംബത്തിനെ സന്തോഷിപ്പിക്കണമെന്ന് ലക്ഷ്യത്തോടെ അവിടെ അവർക്ക് വേണ്ടതായ അവരുടെ വേദനകൾ മറച്ച് വെച്ചുകൊണ്ട് അവരതാ ഭാര്യമാർക്ക് വേണ്ടത്ര പണവുമെല്ലാം അയച്ച് എല്ലാവരുമല്ല ചില ആളുകൾ ഇതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട്, അതായത് വേണ്ടത്ര പണം വാങ്ങിക്കൊണ്ട് വ്യത്യസ്തമായ നല്ല നല്ല വസ്ത്രങ്ങളും ഭക്ഷണവും എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ അവസാനം തോന്നി ഇനി ഭർത്താവും കൂടി പുതിയതായിക്കോട്ടെ എന്നാണ്. അങ്ങനെയാണ് ഈ ഒരു അവസ്ഥകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രവാസികളുടെ പ്രയാസം എല്ലാവരും പ്രവാസിയായവർക്ക് തന്നെ അറിയാവുന്നതാണ്. ഇവിടെ ഇന്നൊരു വീഡിയോ വന്നു. ഒടുവിൽ രണ്ടിനെയും പോലീസ് തൂക്കി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ സഹ്ല എന്ന പെണ്ണിനെയും മുഹമ്മദ് റാഫി എന്ന് പറയുന്ന, അതായത് ഈ പെണ്ണിനെ കൊണ്ടുപോയ ആളെയും പോലീസ് പിടിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായി. ഇപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ പ്രവാസിക്ക് ഭാര്യ നഷ്ടപ്പെട്ടു, പക്ഷേ കുഞ്ഞിനെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കാണുകയുണ്ടായി. ഏതായാലും പ്രവാസിക്ക് ഭാര്യയെ നഷ്ടപ്പെട്ടാൽ മറ്റൊരു ഭാര്യ ലഭിക്കും. എന്നാൽ ഈ പെണ്ണിനും ഒരു മോശമായി. ഈ പെണ്ണിൻ്റെ അഭിമാനം കളഞ്ഞുപോയി. എന്തുകൊണ്ട്? സ്വന്തം കുഴിച്ച കുഴിയിലാണ് അത് സംഭവിച്ചത്. അതുപോലെ തന്നെ ഈ പെണ്ണിൻ്റെ ഈ യുവതിയുടെ കുടുംബത്തിനും വളരെ മാനക്കേടായി. ഇതെല്ലാം ഇവിടെ സംഭവിക്കുമ്പോൾ മൂന്നാമതൊരാൾ ഇവിടെ ഇതിന് മുതലെടുപ്പ് നടത്തുന്നു. അതായത് ഇവരെ വീഡിയോകളിൽ യാഥാർത്ഥ്യം ആണോ എന്നറിയാതെ ഒരുപാട് വീഡിയോസുകൾ, അതായത് എന്തെല്ലാം തരത്തിൽ വീഡിയോകൾ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ അതിനെ കേട്ട് എല്ലാവരും പരസ്പരം ഈ കളവിനെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു ദുരന്തമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ. നമ്മുടെ നാവും നമ്മളുടെ എല്ലാം അല്ലാഹു തആല ചോദ്യം ചെയ്യും. അപ്പോൾ ഇല്ലാത്തൊരു കളവിനെ നാം പറയുമ്പോൾ, ഇല്ലാത്തൊരു കാര്യം പറയുമ്പോൾ അത് നാം ശ്രദ്ധിക്കണം. മോമിനികൾക്ക് അത് പ്രത്യേകമായി അൽ മോമിനു ലാ യക്ദിബു, മോമിന് കളവ് പറയൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ കാണുന്നതുമെല്ലാം ഒരാൾ പറഞ്ഞതിനെല്ലാം ഇങ്ങനെ പൊക്കിപ്പറയരുത്, മറിച്ച് നാം ശ്രദ്ധിക്കണം. ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറഞ്ഞു നടക്കണം, അതിനെ ഫ്ലാഷാക്കണം എന്ന് എവിടെയും ഇല്ലല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ ഈ ലോകത്ത് സംഭവിക്കുന്നത്? അപ്പോൾ ഒരാൾ വീഴുമ്പോൾ, ഒരാൾ നശിക്കുമ്പോൾ അതിനെ മുതലെടുപ്പ് നടത്തുന്ന ആളുകൾ ഒരുപാടുണ്ട്. പരിഹാസത്തിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും വിമർശിക്കാനുമുള്ള വിവാദങ്ങളും എന്തെല്ലാം ഉണ്ടോ അതിൽ മനുഷ്യന്മാർ തൂങ്ങി ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് വളരെ ഖേദകരമായ വിഷയം. അപ്പോൾ ഏതായാലും യുവതി പോയി, അവിടെ അവരെ പോലീസ് പൊക്കി. അവസാനം ഇപ്പോൾ എന്താവും അത് പോലീസ് തീരുമാനിക്കും. അപ്പോൾ പ്രവാസി എനിക്ക് ഭാര്യ വേണ്ട എന്ന് പറഞ്ഞു എന്നും, അതുപോലെ എൻ്റെ കുഞ്ഞിനെ തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള വിഷയങ്ങളെ തൊട്ട്, ഇങ്ങനെയുള്ള ദുർഗതിയെ തൊട്ട് നമ്മുടെ സമുദായത്തിനെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മോമിനികൾ, വളരെ മോശമായ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോൾ എന്തെല്ലാമാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരു ഭാഗത്ത് ഈമാൻ തെറ്റിപ്പോകുന്ന മനുഷ്യന്മാർ മറ്റൊരു ഭാഗത്ത് തിന്മയിൽ മുഴുകിപ്പോകുന്നു എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ നാം ഈമാൻ സംരക്ഷിക്കുകയും നന്മയിൽ മുന്നേറുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.